ദായിക്ക ചായ. ഹലോ, അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റഹീമാണ്. പറയുക. യൂസുഫിനെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, എന്നാ ഇവിടെ വരെ ഒന്ന് വാ. ഓക്കെ. മുണ്ടോ പാൻറ്റോ? മുണ്ടെടുത്താ മതി, ഒരു കാര്യം സംസാരിക്കാനാ. എന്നതാ എത്തി. ഓക്കെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇരിക്ക്. ചായയോ കാപ്പിയോ? ഇക്ക, ഇത് ഞാനാ, യൂസഫ്, CT യൂസഫ്. ചായ മതി. സുലു.
ആ ആ യൂസോ പുതിയ പ്രൊജക്റ്റ് ഒന്നില്ലേ? ഉണ്ട്, നെക്സ്റ്റ് മന്ത്. വാ, നല്ല ടൈറ്റിൽ, നെക്സ്റ്റ് മന്ത്. റഹീംക, സുലു ഒക്കെ കോമഡി തുടങ്ങിട്ടോ. ബാബുരാജും ഭീമൻ രഘുവും വരെ കോമഡി തുടങ്ങിയില്ലേ? പിന്നെണ്ടോ? ആ, നീ ചായ എടുക്ക്. ആ ഓക്കെ, ഞാനൊന്ന് റെഡി ആവട്ടെ. ആ അല്ല, നീ കഴിച്ചതാണോ അതോ? പടച്ച റബ്ബേ, ഇതുവരെ എന്നെ പറ്റി അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. ഇല്ലക്ക, പച്ചക്ക. ഡാ, അടി. നീ നാസ്തയാക്കിയോന്ന്? ഒരു 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാനൊന്ന് റെഡി ആവട്ടെ. ആ ദാ ചായ. ആ സൂപ്പർ. താങ്ക്സ്. അല്ല, കുട്ടികളൊക്കെ എന്തേ? ഇന്നലെ ആങ്ങളെയും നാത്തൂന് വന്നിരുന്നു, അവരെ കൂടെ പോയി. 3 പേരും? അല്ല, റസീനയും കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഉമ്മയോ? നല്ല ഹെൽത്തി. ഇവിടെ ഉണ്ടോ? ഇല്ല, തറവാട്ടില. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു, 2 ദിവസം നിന്ന് പോയി. അല്ല, എന്തിനാ വരാൻ പറഞ്ഞത്? ആ, എന്നോടൊന്നും പറഞ്ഞില്ല. നമുക്കിറങ്ങാം. ആ, ഇതൊന്ന് തീർക്കട്ടെ. ആ, ഒന്ന് നടക്കാം. വേണ്ടക്ക, നമുക്ക് കാറിൽ പോകാം. ഡാ, എന്നാ ബൈക്ക് എടുക്കാം. ഒരടി നടക്കരുത്. ഇളക്കം തട്ടാതെ കൊണ്ടു നടക്കാൻ ഇത് ചില്ലലമാരെയല്ലേ? എന്നിട്ട് ഇങ്ങനെ വയറും ചാടി. വാ, നടക്കാം. ശരി, നടക്കാം. രണ്ടു ദിവസമായി ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാസ്യ സാമ്രാട്ട് കുഞ്ഞായിൻ മുസ്ലിയാരെ കുറിച്ചുള്ള കഥകൾ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതൊന്ന് വിഷ്വൽ ചെയ്യണം എന്ന് തോന്നി. എന്താ നിന്റെ അഭിപ്രായം? ഞാനിപ്പോ എന്ത് പറയാനാ? കുഞ്ഞായൻ മുസ്ലിയാർ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അപ്പോൾ പുതിയ തലമുറക്കോ അവരാ പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു കാലഘട്ടത്തിന്റെ ആവേശമായിരുന്നു കുഞ്ഞായിൻ മുസ്ലിയാർ. കോട്ടയം രാജാവിനും സാമൂതിരി രാജാവിനും പ്രിയങ്കരൻ, മതപണ്ഡിതൻ, മഹാകവി, ഫലിത സാമ്രാട്ട്, ഇതെല്ലാമായിരുന്ന കുഞ്ഞായിൻ മുസ്ലിയാരെക്കുറിച്ച് എക്കാലത്തുമുള്ള തലമുറ അറിയണം, മുസ്ലിയാരെക്കുറിച്ച് പഠിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഉദ്യമത്തിൽ യൂസുഫ് എന്നോടൊന്ന് സഹകരിക്കണം. തീർച്ചയായും. അതിനു മുമ്പ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണം. വാ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ സെയ്താർപള്ളിക്കടുത്ത് ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പാണ് മുസ്ലിയാരുടെ ജനനം. ചെറുപ്പം തൊട്ടേ നല്ല ബുദ്ധിശാലിയും സൂത്രശാലിയുമായിരുന്നു. കുഞ്ഞായിന്റെ മതപഠനകാലം തൊട്ടേ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേഗം വേഗം നിസ്കരിക്കാൻ നേരായി. എണീക്കടാ, എണീക്കേ. ആരാടാ ബാങ്ക് വിളി കേട്ടിട്ട് എണീക്കാതെ പോത്തുപോലെ കിടന്നുറങ്ങണേ? എണീക്കടാ അയവാനെ, മാറങ്ങോട്ട്. ഡാ, ആരാണ്ടീ കിടക്കണേ? അറിയില്ല. അറിയില്ലേ?
ശ്വാസല്ലേ? പടച്ചനെ, കഴിഞ്ഞോ? ഏതാ റബ്ബേ, സുബൈന്റെ നേരത്ത്. ആരാണ്? ആരാണ്ടാ? ഇങ്ങോട്ട് മാറിക്കണം സീത്താനെ പറയും. ഏത് കുരുത്തിങ്ങട്ട ഹമുക്കായി പണിയൊപ്പിച്ച് സീത്താനെ പറ. ഞാനല്ല. ആരാ പണി ചെയ്ത്? അതോനാ. ഏ കുഞ്ഞായിന. എവിടെ എറണാകുട്ടെ? യാ മലക്ക് ഖുദ്ദൂസ്, ജിന്നി ശൈത്താൻ റൂഹാനിത്തളെ തൊട്ട് ജിന്നെ കാക്ക് റബ്ബേ. ആരാ? ഞാനാ, കുഞ്ഞായിന്റെ ഉമ്മ. ആ, കുഞ്ഞായന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാ നിങ്ങളോട് വരാൻ പറഞ്ഞു. ഓന് വികൃതിയും അതവുകേടും കൂടുക. വേറെയുള്ള കുട്ടികളും ഓനെ കൊണ്ട് എടങ്ങാറായിക്കണ്. അറിയോ നിങ്ങക്ക്? ഓന്റെ കാര്യത്തില് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പാവും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഓനൊരു യത്തീമാ മൊയിലിയാരെ. ബാപ്പല്ലല്ലോ എന്ന് കരുതി കുറച്ചധികം ലാളിച്ചതാ പറ്റിയത്. ഞാൻ ഓനെ നിങ്ങളങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അതും വേണ്ട. നിങ്ങള് തല്ലേ കൊല്ലേ എന്താ ചായിക്കോളി. ഓനൊന്ന് നന്നായി കിട്ടിയാ മതിയായിരുന്നു. ഓനിവിടെ നാട്ടിൽ തന്നെ നിക്കണോണ്ടാ കുഴപ്പം. കുറച്ച് ദൂരെ അങ്ങോട്ടേക്ക് മാറ്റാ. എന്തേ? ആ, പെരിങ്ങത്തൂർ പള്ളിയിൽ ഇന്റെ ഒരു ചങ്ങാതിയാ ഉസ്താദ് മൊയ്തു മുസ്ലിയാർ. മൂപ്പരോട് ഞാൻ പറയാം, കുഞ്ഞാനെ നമുക്ക് പെരിങ്ങത്തൂർക്ക് വിടാം. എന്താ? ഒക്കെ മോലിയാര് പറയും പോലെ. എന്നിട്ട് എന്തായി? പെരിങ്ങത്തൂർക്ക് വിട്ടോ? വീര മുസ്ലിയാർ പെരിങ്ങത്തൂർക്ക് ആളെ വിട്ടു. വിവരമറിഞ്ഞ ഉടനെ പെരിങ്ങത്തൂർ പള്ളിയിലെ മുദ്രിസ് മൊയ്തു മുസ്ലിയാർ കുഞ്ഞായിന്റെ വീട്ടിലെത്തി. അത് ശരി. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള പോലെ മുസ്ലിയാർ വീട്ടിൽ ചെന്ന് മദ്രസാ പഠനം നടത്തുന്ന രീതി അക്കാലത്തും ഉണ്ടോ? അല്ല, മൊയ്തു മുസ്ലിയാർ കുഞ്ഞായിന്റെ വീട്ടിൽ വന്നത് അവിടെ വെച്ച് പഠിപ്പിക്കാനല്ല, പിന്നെ കൊണ്ടുപോകാനാ, പെരിങ്ങത്തൂർക്ക്. ബീരാമോലിയാരെ ചെങ്ങായി ആയതുകൊണ്ടാ നിങ്ങളിപ്പം തന്നെ ഓനെ പറഞ്ഞേക്കാന്ന് വിചാരിച്ച്. ആ, അതുകൊണ്ടെന്നാ നിങ്ങൾ ആളയച്ചപ്പം കൂടെ പാർപ്പി ചൊല്ലിക്കൊടുത്തോളാന്ന് ഞാൻ സമ്മതിച്ചതും. വലിയ കുരുത്തം കെട്ടോനാ മോലിയാരെ. ഓടത്തിപ്പള്ളിന്ന് ബീരാമോലിയാർ ഓനെ നോക്കാൻ കഴിയാഞ്ഞിട്ട് വിട്ടതാ. ഇനി നിങ്ങൾ വേണം ഓനെ നോക്കി നേരെയാക്കാം. നിന്റെ അടുത്തെത്തിയാ എല്ലാ പോകത്തിലും നിൽക്കും. അത് വീരാമലർക്കും അറിയാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മാന്റെ കുട്ടി പോയി വാ.
പേടിന്റെ സ്ഥലത്തെല്ലിക്കട്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനക്ക് പേടിണ്ടാ? ഇല്ല. പേടിണ്ടെങ്കിൽ മുന്നിൽ നടന്നോ. അല്ലെങ്കിൽ എന്ത് പേടി? ഈ പിന്നെ തന്നെ നടന്നോ, അതാണ് അതിന്റെ അതവ്. ഈ ഒറ്റുമ്പട്ടോളൂ ഉറങ്ങിയോ? ഐസാ കിടന്ന് അലറണ്ട തന്തേ. ചിലപ്പോൾ അങ്ങനെ വലിയ തമാശ. നിസ്കാരം മുഴുവനാക്കാൻ അയക്കൂല തന്ത. ഇതാരാ കൂടുള്ളത് നോക്ക്. ആരാ? ഇത് കുഞ്ഞായിൻ. ഇവൻ ഇനി ഇവിടെ തന്നെ. കുട്ടികളില്ലാത്ത അമ്മക്ക് ഒരു സഹായത്തിന്. ആ കേറി വാ. ആ വാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദ് എന്തിനാ കരയണേ? ഒന്നുമില്ല, മരിച്ചുപോയ എൻ്റെ കുട്ടീനോർത്ത് കരഞ്ഞതാ. എൻ്റെ പ്രായം ഇനി എൻ്റെ അദ്ദൂനും. ഓനെ പഠിച്ചോൻ കൊണ്ടുപോയി. ഈ കഞ്ഞി കുടിച്ചോ? ആ കുടിച്ചോ? ഈ കരയുണ്ടോ? ചതിയന്മാരും ദുഷ്ടന്മാരൊക്കെ ഇവിടെ വാക്കിയാക്കി ആ പാവ അദ്ദൂനാണല്ലോ പഠിച്ചോൻ കൊണ്ടായത് എന്നോർത്തപ്പോ അറിയാതെ ഒന്ന് കരഞ്ഞു പോയതാ. ആയിഷ, ഈ കഞ്ഞൊന്ന് ചൂടാറ്റിയതോടെ എനിക്ക്. ആ ഞാൻ ഇത് ലായില ചൊല്ലി ഉറക്കി കൊണ്ടുവരാ. വേണമെങ്കിൽ കുടിച്ച് നീച്ചോളി തന്തേ. ചിലപ്പോ അങ്ങനെ ആവുള്ളൂ. അങ്ങനെ ഉമ്മയെ പിരിഞ്ഞ് കുഞ്ഞായിൻ മൊയ്തു മുസ്ലിയാരുടെ വീട്ടിൽ താമസം തുടങ്ങി. ദർസ് സമയത്ത് കുഞ്ഞായിൻ പള്ളിയിൽ പോകും. ദർസ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെത്തണമെന്നാണ് മൊയ്തു മുസ്ലിയാരുടെ ഭാര്യ ആയിഷ കുഞ്ഞായിന് നൽകിയ ഓർഡർ. അതെന്തിനാ? കുഞ്ഞായിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴേ മൊയ്തു മുസ്ലിയാർ ആയിഷയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കുട്ടികളില്ലാത്ത നമുക്ക് ഒരു സഹായത്തിനാണെന്ന്. എന്ന് വെച്ചാൽ കുഞ്ഞായിനെ ആ ആടിനൊന്നാ തൊടി കൊണ്ട് കെട്ടിക്ക. ആ അത് ഞാൻ ആടിനെ തീരുന്ന അത്ര മോശപ്പെട്ട പണിയാണെന്നാ വിചാരം? അന്റെ പ്രായത്തിൽ റസൂല് ചെയ്ത പണിയാണത്. ആ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അത് ശീലാകല്. ചെല്ല്. കുഞ്ഞായിനെ ഇവിടെ വന്നാ. എന്തേ? എന്നാ ഈ മുട്ടിയൊന്ന് കീറിക്ക. അടുപ്പിൽ വെക്കാൻ ഒരു കൊള്ളി വിറകില്ല. കീറ്. ആ ചെറുതാക്കി കീറണേ. അടുപ്പ് ചെറിയ അടുപ്പാട്ടോ. അത്രയല്ലേ ഉള്ളൂ ഒരു കൈസഹായം. അത്ര ചെറിയൊരു കൈസഹായമല്ല തന്നിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കുഞ്ഞായിന് അധിക ദിവസവുമൊന്നും വേണ്ടി വന്നില്ല. മൊയ്തു മുസ്ലിയാരും ഭാര്യയും കൂടി ഓരോ പണികളും കുഞ്ഞായിനെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചു. ആയിഷ, 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 യാത്തുണ്ടോ? എടി എറണം കെട്ടോളെ, വിളിക്കണേയും ചോദിക്കണേയും കോമന്റെ മാതിരി മൂളാതെ നമുക്കൊന്ന് തൊള്ളൂടെ. ഞാൻ ചക്ക ഒന്നുക നല്ല വരിക്ക ചക്കയാ. ചക്ക എന്റെ എടി ഹംക്കെ, ഇവിടെ ചക്കയും തിന്ന് ഇന്ന ആരാ വെറ്റില കൂടെ എനക്ക വെള്ളം കോരാ ഇന്നേ കണ്ടുകണേ. അതാ കുഞ്ഞായിനോട് പറഞ്ഞ പോരെ, അവ ഓ നനച്ചോളൂ.
കുഞ്ഞായി. കുഞ്ഞായിനെ, ഇവനിത് എവിടെ പോയി കിടക്കുന്നു? കുഞ്ഞായിനെ, ഇവിടെ നിക്കാണല്ലേ കള്ള. ചെല്ലേ, ബെഡിലെ കൂടി എനക്കണ്ടേ? 10-15 കുടം വെള്ളം കോരിപ്പാരുടെ പണിയിലുള്ളൂ. വേഗം നടക്ക്. ഇപ്പം തന്നെ കള്ളത്തിലൊക്കെ പഠിച്ചാലോ. നടന്നങ്ങോട്ട്. അല്ല പിന്നെ പാവം കുറെ കഷ്ടപ്പെട്ടു അല്ലേ? ഉം, അല്ല, മൊയ്ത് മുസ്ലിയാരുടെ ദർസ് എങ്ങനെ? പറയാം. ആ, എന്നാ ചൊല്ലിക്കോളി. ആ രീ ഐ രീ കാ രീ കൈ രീ നാ രീ നൈ രീ. ആ, ഇങ്ങനെ തന്നെ കൂട്ടിവായന. അപ്പൊ ഞമ്മക്ക് ഇനി അടുത്ത പാഠം പഠിക്കാം. നസലുൽ മത്തറു, മഴ പെയ്തു അതിന്റെ മയന. മനസ്സിലായോ ഹാംകിങ്ങളെ? ആ, അപ്പൊ എന്തായി? മഴ പെയ്തു. എല്ലാരും കൂടി പറഞ്ഞാണീ മഴ. ആ, മഴ പെയ്യേണ്ടത് എങ്ങനെ ഉസ്താദേ? ആ, അതെ. ഈ മാനോ മാനോന്ന് പറഞ്ഞത് എങ്ങനെയുള്ളതാന്നാ നിങ്ങളെ വിചാരം? നമ്മളെ ഈ കൂവെഴുതുന്ന പലകല്ലേ, അതേപോലെ 100 കണക്കിന് തുളകളുള്ളതാ. പക്ഷെങ്കിൽ രാത്രിയിലെ ആ തുള ഞമ്മക്ക് കാണാൻ പറ്റുള്ളൂ. അതാണ് നക്ഷത്രം. മലക്കുകൾ മാനത്തിന്റെ നടുക്ക് വലിയ വലിയ മഞ്ഞുകട്ടകൾ ഉരുട്ടിക്കൊണ്ടാന്ന് വെക്കും. എന്നിട്ട് ഇരുമ്പിന്റെ വലിയ ഒലക്കൊണ്ട് ആ മഞ്ഞുകട്ടന്റെ മേലെ ഉറക്ക തല്ലു. അപ്പം കേക്കണ ഒച്ചാണ് ഇടി. അപ്പം കൂവപ്പല പോലത്തെ തുളയെ കൂടെ വെള്ളം സ്വരസ്വരാ ദുനിയാവിലേക്ക് പെയ്യാൻ തുടങ്ങും. അതാ മഴ. അതാണ് മഴ. അതാണ് ആ. ഇത് ഏത് കിതാബില്ല ഉസ്താദേ? തോക്കിനുള്ളിൽ സൈത്താൻ എന്റെ വെടി പറഞ്ഞു തരുന്ന മനസ്സിലാക്കിയാ മതി. കിതാബിന്റെ പേര് ചോദിക്ക. ഇയ്യാരാ? അസാബുൽ കഹ്ഫോ? ആ, ഇന്നത്തെ പഠിപ്പ് കഴിഞ്ഞ് എണിച്ചോളി. മൊയ്ത് മുസ്ലിയാർ ഒരു വിവരം കെട്ട ഉസ്താദാണെന്ന് കുഞ്ഞായിന് മനസ്സിലായി. മുസ്ലിയാരുടെ വിവരക്കേടും വീട്ടിലെ കഠിന ജോലികളും കുഞ്ഞായിനിൽ മടുപ്പുളവാക്കി. തന്റെ വിഡ്ഢിത്തരങ്ങൾ ചോദ്യം ചെയ്ത കുഞ്ഞായിനെ സഹപാഠികൾക്കിടയിൽ വെച്ച് ഇളിഭ്യനാക്കണമെന്ന് മൊയ്ത് മുസ്ലിയാർക്ക് തോന്നി. കുഞ്ഞായിൻ ദർസിൽ വരാത്ത ഒരു ദിവസം മൊയ്ത് മുസ്ലിയാർ മറ്റു കുട്ടികളുമായി സൂത്രം പറഞ്ഞുറപ്പിച്ചു. കുഞ്ഞായും വലിയ വിളവനാന്ന ഓന്റെ വെപ്പ്. ഓനാര് യാതൊരു കൂസലുമില്ല. എല്ലാരും കളിയാക്കിയും പറ്റിച്ചു. ഓനിവിടെ ഇങ്ങനെ ബലസി നടക്കുക. ഇനിയും കൂടി ഓന് യാതൊരു നിലയും ബലില്ല. ഓനെ ഞമ്മക്കൊന്ന് വീഴ്ത്തണം. എന്തേ? അയിന് കാക്കണ്ട, ഓൻ എങ്ങനെയെങ്കിലും തല വരും. ഇല്ല, ഓനും ഏതായാലും വന്നിട്ടില്ലല്ലോ. സംഗതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ ചെയ്താ മതി. എല്ലാരും തയ്യാറല്ലേ? നാളെ നിങ്ങൾ വരുമ്പോ എല്ലാരും ഓരോ കോയിന്റെ മുട്ട കൊണ്ടുവരണം. എന്നിട്ട് ഓൻ കാണാതെ ചന്തിന്റെ ചവിട്ടിൽ ഒളിപ്പിച്ചു വെക്കണം. ഞാൻ ചോദിക്കുമ്പോ ഓരോരുത്തരായി മുട്ട എനിക്ക് എടുത്തുതരണം. കുഞ്ഞായി മാത്രം മുട്ട തരാൻ കഴിയാതെ അന്തം വിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാലോ. എങ്ങനെയുണ്ട് ഇന്റെ ഒരു ബുദ്ധിയെ? അങ്ങനെ പിറ്റേ ദിവസം ദർസ് കഴിഞ്ഞ് കുട്ടികളെല്ലാം പോവാനൊരുങ്ങി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. പോവാൻ പറ്റേ? എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു വിഷയം പറയാനുണ്ട്.
എന്നോട് ബഹുമാനം കൃപയുള്ളവരൊക്കെ ഇപ്പൊ ഓരോ മുട്ടിട്ടരണം. എന്നിട്ടേ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. എന്നാ അടുത്തോ. ആ അടുത്തെടുത്തോ. ആ അടുത്തോ. കുഞ്ഞാൻ എന്നോട് പിരിച്ചുണ്ടെങ്കിൽ ഇവരൊക്കെ തന്ന മാതിരി എനിക്കൊരു മുട്ടിട്ടുണ്ടാ. ഇറ്റങ്ങളൊക്കെ വെറും പെടാള ഉസ്താദെ, കൂട്ടത്തിൽ ഞാൻ മാത്രം പോവാൻ. കുട്ടികളുടെ മുമ്പിൽ വെച്ച് മൊയ്ത് മുസ്ലിയാർ ചമ്മിയല്ലേ? കുഞ്ഞായിന്റെ ബുദ്ധിയും സാമർഥ്യവും മറ്റു കുട്ടികൾക്കും ബോധ്യമായി. പിന്നീടുള്ള പഠനം എങ്ങനെ? റമദാൻ പ്രമാണിച്ച് ദർസടച്ചു. പെരിങ്ങത്തൂർക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുറപ്പിച്ച് കുഞ്ഞായൻ നാട്ടിലേക്ക് മടങ്ങി. അതോടെ പഠനവും അവസാനിച്ചു അല്ലേ? ഇല്ല, മറ്റു പല പള്ളികളിലുമായി പഠനം തുടർന്നു. കൂട്ടത്തിൽ കളരിയും അഭ്യസിച്ചു. ബാക്കി കേൾക്കട്ടെ. പിന്നീട് കുഞ്ഞായൻ പൊന്നാനിയിലെത്തി. മഖ്ദൂം തങ്ങളുടെ ശിഷ്യനായി പഠനം തുടങ്ങി. പഠിപ്പിക്കുന്നതെല്ലാം കുഞ്ഞായൻ ഹൃദ്യസ്ഥമാക്കി. കളി വിനോദങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് കുഞ്ഞായൻ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ചു. കുഞ്ഞായിന്റെ പഠിക്കാനുള്ള ആവേശവും ബുദ്ധിസാമർഥ്യവും മഖ്ദൂമിന് നന്നായി ബോധിച്ചു. കുഞ്ഞായിൻ മഖ്ദൂം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി. പഠനം കഴിഞ്ഞെങ്കിലും കുഞ്ഞായിൻ പൊന്നാനിയിൽ തന്നെ തുടർന്നു. അങ്ങനെ കുഞ്ഞായിൻ എല്ലാവർക്കും പ്രിയങ്കരനായ കുഞ്ഞായിൻ മുസ്ലിയാരായി മാറി. മുസ്ലിയാരെ, കുഞ്ഞായി മുസ്ലിയാരെ, ആകെ പ്രശ്നമായിക്കണം മുസ്ലിയാരെ. നിങ്ങൾ വേഗം വരി. നിങ്ങളെ തെരഞ്ഞെടുക്കുക നാട്ടുകാർ മുഴുവൻ. എന്താ കാര്യം? മഖ്ദൂം തങ്ങളോടെ പെരഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു തിരുമനശ്ശേരി തമ്പ്രാൻ. പിന്നെ ഉസ്താദ് എവിടെ താമസിക്കും? ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിടിച്ചിറക്കുന്ന തമ്പ്രാൻ പറഞ്ഞത്. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം മുസ്ലിയാരെ. ഉസ്താദിന്റെ പറമ്പും പുരയിടവും തമ്പ്രാൻ കൊടുത്തത് തന്നെയല്ലേ? അത് ഈ തമ്പ്രാനല്ല, ഇവരുടെയൊക്കെ മുത്തശ്ശനൊരു തമ്പ്രാൻ ഉണ്ടായിരുന്നു. മൂപ്പര പൊരയും പറമ്പും ഒക്കെ കൊടുത്ത് തങ്ങന്മാരെ പൊന്നാനി തന്നെ കുടിയിരുത്തിയത്. ഇപ്പത്തെ തമ്പ്രാക്കന്മാർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ വേഗം വരി. പള്ളിമുറ്റത്ത് എല്ലാരും കൂടിക്കണ്. ഉടനെ എന്താ ചെയ്യണോ? പള്ളിമുറ്റത്തുനിന്ന് എല്ലാരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞോളി. ഇത് ഞാൻ നോക്കിക്കോളാം. എല്ലാരും പോയിക്കോളി. വരി നടക്ക. ഹാജിയാരെ. എന്തേ മുസ്ലിയാരെ? എനിക്കൊരു 100 പണം വേണം, കടായിട്ട്. അതിനെന്താ മുസ്ലിയാരെ?
വെളിച്ചപ്പാട് ദാ, ഇത് പിടിക്ക്. ഇതെന്താത്? 100 പണം ഒക്കെ വെളിച്ചപ്പാടെടുത്തോളി. പക്ഷേങ്കി പകരമായിട്ടൊരു നല്ല കാര്യം ചെയ്യണം. എന്ത് കാര്യം? തിരുമനശ്ശേരി തമ്പ്രാൻ നമ്മളെ കാലിന്റെ പൊരയും പറമ്പും ഒഴിപ്പിച്ചെടുത്തത് നിങ്ങൾക്കറിയാലോ? അറിഞ്ഞു. ആ, അതിനെ ചൊല്ലി ഭയങ്കര വഴക്കും വക്കാണോ നമ്മളെ നാട്ടിലുണ്ടാവും. നാട്ടുകാര് 2 ചേരിയായി തിരിഞ്ഞിക്കണ്. ഇനി ഇവിടെ കുത്തും കൊലയും ഒക്കെ നടക്കും. നാട്ടിൽ ചോരപ്പുഴ ഒഴുകും, മയ്യത്തുകൾ കുന്നുകൂടും. നിങ്ങൾ വിചാരിച്ചാലേ അതില്ലാതെയാക്കാൻ പറ്റൂ. ഞാനിപ്പോ എന്താ ചെയ്യാ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഭഗവതി അമ്പലത്തിലെ ഉത്സവല്ലേ? അന്ന് വെളിച്ചപ്പാടുണ്ടാവുമ്പോ നമ്മളെ കാലിന്റെ വസ്തു വിട്ടുകൊടുക്കാൻ നിങ്ങൾ തമ്പുരാനോട് പറയണം. എന്താ ഒന്നും പറയാത്തത്? അതിപ്പോ കള്ളത്തരം ചെയ്യാന്നുവച്ചാ? ഒരു നല്ല കാര്യത്തിനല്ലേ വെളിച്ചപ്പാടെ? നാട്ടുകാര് തമ്മിൽ തല്ലി മരിക്കാതിരിക്കാനല്ലേ? ഒരു ലഹള ഉണ്ടാവാണ്ടിരിക്കന്നെ ഭഗവതിന്റെ ഇഷ്ടം. നാട്ടിലെ ക്ഷേമം തന്നെ വലുത്. വലിയ ഉപകാരമുണ്ട്. പെരുത്ത് സന്തോഷായി. നമുക്ക് ഇനിയും കാണണം. ഈ പണം തരുന്നത് വല്ലോരും അറിയോ? അതിൽ നിങ്ങൾ ബേജാറാകണ്ട. ഇതൊരാളും അറിയാൻ പോണില്ല. ആ, വെളിച്ചപ്പാട് സമാധാനായിട്ടിരുന്നോളി. എന്നിട്ടെന്താ, ഉത്സവനാളിൽ വെളിച്ചപ്പാട് പറഞ്ഞുറച്ച പോലെ ചെയ്തു. മഖ്ദൂമിനെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുന്നത് ദേവിക്ക് ഇഷ്ടമില്ലെന്ന് വെളിച്ചപ്പാട് വെച്ച് കാച്ചി. തിരുമനശ്ശേരി തമ്പ്രാന് സംശയമൊന്നും തോന്നിയില്ലേ? ഹേ, ദേവീകോപം ഉണ്ടാവുമെന്ന് കേട്ടപ്പോ തമ്പ്രാൻ മഖ്ദൂമിന്റെ വീട് ഒഴിപ്പിക്കണ്ടെന്ന് തീരുമാനിച്ചു. മാത്രമല്ല, മഖ്ദൂമിന്റെ അടുത്ത് എന്ന് മാപ്പ് പറയുകയും ചെയ്തു. 100 പണം പോയാലെന്താ? മഖ്ദൂം തങ്ങളെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയില്ലേ? പണം എവിടെ പോവാൻ? അല്ല, വെളിച്ചപ്പാടിന് കൈക്കൂലിയായി കൊടുത്തില്ലേ? അപ്പോ മുസ്ലിയാർ ഇഷ്ടം പോലെ തന്നെ നടന്നില്ലേ? സംഗതി ഒക്കെ നന്നായി. ഇപ്പോ എനിക്കൊരു പുണ്യം ചെയ്ത സന്തോഷമുണ്ട്. എന്നാ പിന്നെ ഞാൻ തന്ന 100 പണം തിരിച്ചു തന്നാളി. തന്നത് തിരിച്ചു വയ്ക്കേ? എന്താ മുസ്ലിയാരേത്? ദൈവത്തിന്റെ അരുളപ്പാടുകള് ഇങ്ങള് കൈക്കൂലി വാങ്ങി മാറ്റിമറിക്കണുണ്ട് എന്ന് എങ്ങനെയെങ്കിലും നാട്ടുകാരറിഞ്ഞ പിന്നത്തെ കഥ എന്താ? വെളിച്ചപ്പാട് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി. തമ്പുരാനോട് കള്ളം പറഞ്ഞ ഇങ്ങളെ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. വേണ്ട വേണ്ട വേണ്ട, ആരും ഒന്നും അറിയണ്ട. പണം ഞാൻ അങ്ങോട്ട് മടക്കി തരാം. ഇങ്ങളെപ്പോലത്തെ ആളുകളൊന്നും കൈക്കൂലി വാങ്ങരുതിട്ടോ. കള്ള വെളിച്ചപ്പാടും ആവരുത്. സത്യം കൊണ്ട് നടക്കേണ്ട ആളുകളല്ലേ. ഇങ്ങളെ മതക്കാരൊക്കെ ഇങ്ങളെ ദൈവത്തെ പോലെയാ കാണുന്നത് അല്ലേ? അപ്പോ പണം വീട്ടിലുണ്ട്, വരിക. നടക്കുക. രസകരമായ മറ്റൊരു സംഭവം പറയാം. ഈ 2 ഇല്ലി മുരിങ്ങ തിളപ്പിച്ച് എങ്ങനെ ഞാൻ മൊയിലാർക്ക് കഞ്ഞി കൊടുക്കുക? എന്തെങ്കിലും ഒരു നല്ല കൂട്ടാൻ വെച്ചു കൊടുക്കണ്ടേ? അതൊക്കെ എന്നെങ്കിലും വരുന്ന മൂല്യമാർക്ക്. കുഞ്ഞായി മൂല്യർ എല്ലാ തിങ്കളാഴ്ചയും ഉച്ചക്ക് പെടുത്തന്നല്ലേ? ഇന്നാലും മനുഷ്യ മുളകും മഞ്ഞളും അരയ്ക്കാത്തൊരു കൂട്ടാൻ വെച്ച് എങ്ങനെയാ മൊയിലാർക്ക് ചെലവ് കൊടുക്കുക? പൊന്നാര മറിയ കുട്ടിയെ, തിങ്കള് കഴിഞ്ഞ 6 ദിവസം പിന്നെയുണ്ടല്ലോ. ചൊവ്വയും ബുധനും വ്യാഴമൊക്കെ. ഈ ദിവസങ്ങളിലൊന്നും തൊള്ളേല് വെക്കാൻ പറ്റുന്നൊരു കൂട്ടുണ്ടാക്കി എനിക്ക് തന്നിട്ടില്ല. ഒന്നുക്കി താള്, അല്ലെങ്കിൽ തവര, അതും അല്ലെങ്കിൽ ചക്കക്കുരി ഇട്ടത്. ഒരു ദിവസമെങ്കിലും ഒരു കോയിനറുത്ത് തേങ്ങ വറുത്തരച്ചൊരു ചാറും വെച്ച് കുറച്ച് ചോറ് തന്നൂടെ എനിക്ക്? നിങ്ങൾ കൊഞ്ചാ നിക്കല്ലേ? ബാങ്ക് വിളിച്ചിട്ട് നേരം കുറച്ചായി. നിസ്കാരം കഴിഞ്ഞ് മൊയിലാരിപ്പം എത്തും. അല്ല മറിയാമോ, കാലാകാലം തിങ്കളാഴ്ച ഉച്ചക്ക് മോലിയർക്ക് ചോറ് കൊടുക്കാന്ന് നമുക്ക് നേർച്ചൊന്നുമില്ലല്ലോ. ഇതിനൊരു അറുതി വേണ്ടേ? എന്നാ നിങ്ങൾ മൊയിലാരോട് പറ അടുത്ത ആഴ്ച മുതൽക്ക് വരണ്ടാന്ന്. അതിപ്പോ മോലിയരോട് ഞാനെങ്ങനെയാ പറയാ? പിന്നെ ഞാനെങ്ങനെയാ പറയാ? മൊയിലാരിക്ക് തോന്നി വരാതിരിക്കണം.
അത് ശരി. അതിനൊരു വഴിയുണ്ട്. എന്ത് വൈ? ഇയും കൂടി തരണം. മോലേര് വരുമ്പോ ഇയൊരു മുറത്തിൽ ആരും ചേർന്ന് നിൽക്കണം. ഞാൻ എന്നോട് ഒന്ന് രണ്ടും പറഞ്ഞ് ഭയക്കിടും. ഇജും വിട്ടു തരരുത് കേട്ടോ. അവസാനം ദേഷ്യം പിടിച്ച് ഇജ് മൊറാണ്ട് നിലത്തിടണം. അപ്പൊ ഞാൻ എന്നെ തല്ലും. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ നിങ്ങളെയും തല്ലൂല്ലേ? നമുക്ക് അന്റെ ആ പൂതിപ്പോഴും തീർന്നില്ലല്ലേ? ദേഷ്യം മാറാതെ അന്നോട് ഞാൻ ഇറങ്ങിപ്പോടി. ഈ ഉമ്മർത്തെ ചരിയാർന്ന് അല്ലാതെ അവിടെ അരി ചേരാൻ മാളിയപ്പരൊന്നുമില്ലല്ലോ. മാളിയപ്പരയിൽ എന്നെ പണ്ടടക്കാൻ പറ്റില്ലെങ്കിൽ തെരഞ്ഞു പൊയ്ക്കടി മാളിയപ്പര. പോകും. നിങ്ങളെ കൂടെ കൈനേൽ നല്ലത് വേറെ ആരും തെരഞ്ഞു പോകുക. ഇറങ്ങി പോടി ഒരുമ്പട്ടോളന്റെ പെരീന്ന്. കെട്ടിക്കൊണ്ടപ്പോ എന്റെ ബാപ്പാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതൊക്കെ ഇങ്ങോട്ട് തരി, ഞാൻ പോയിക്കോളാം. എവിടുന്ന് പണ്ടടക്കിയത് അന്നെ കെട്ടി അന്ന് തുടങ്ങിക്കണത്. ഇതായല്ലോ. പോയി 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 നിർത്തിക്കള. ഇപ്പൊ എങ്ങനെയുണ്ട്? സംഗതി നടന്നല്ലേ? എന്റെ മൊറ റിയൽ എങ്ങനെയുണ്ട്? ഒരു മണി അരി നിലത്ത് പോകാതെയല്ലേ ഞാൻ മുറ നിലത്തിട്ടത്. ഇന്റെ അടി എങ്ങനെയുണ്ട്? അനക്ക് വേദനാകാതല്ലേ ഞാൻ അടിച്ചത്. ഇന്റെ മടങ്ങിപ്പോക്ക് എങ്ങനെയുണ്ട്? ഇങ്ങളെ ഈ കച്ചറ ഒരു നാടകം കളിയാണ് എന്ന് മനസ്സിലാക്കിയ ഞാൻ മടങ്ങിപ്പോകാതെ ഒളിച്ചു നിന്നതല്ലേ. അപ്പളേ എനിക്ക് ഇവിടുന്ന് തരുന്ന അന്നം പൊരുത്തപ്പെട്ട് തരുന്നതല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇന്നു മുതൽ അത് വേണ്ട. പക്ഷേ അത് മോത്ത് നോക്കി പറയലാണ് ആണത്തം, അല്ലാതെ കെട്ടിയോളിയും കൂട്ടി അഭിനയിക്കലല്ല. പിന്നെ വലിയ രണ്ട് അഭിനയക്കാര്. അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ പോരി. അല്ല പിന്നെ ചോദിക്കാൻ വിട്ടു. മുസ്ലിയാരുടെ കുടുംബജീവിതം പറയാം. കല്യാണാലോചനയുടെ തുടക്കം മുതൽ പറയാം. ഒരു ദിവസം മഖ്ദൂം തങ്ങൾ കുഞ്ഞാൻ മുസ്ലിയാരെ തന്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. ഞാനിപ്പോ വിളിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ആനക്കണ്ടി അലവിയാജി എന്നെ വന്ന് കണ്ടിരുന്നു. മൂപ്പരെ മകളെ കല്യാണം ആലോചിച്ചാ വന്നത്. അവര് വലിയ പൈസക്കാരും പഴയ തറവാട്ടുകാരും ഒക്കെയാണ്. ഇങ്ങനെയൊരു ബന്ധത്തിന് കുഞ്ഞായിന് സമ്മതാണോ? പെട്ടെന്ന് പറയണ്ട, ശരിക്കും ആലോചിച്ച് നാട്ടുപോയി കുടുംബങ്ങളോടൊക്കെ പറഞ്ഞിട്ട് മതി. തീരുമാനം എന്തായാലും അലവ്യാജീന്റെ കാര്യസ്ഥൻ അസംഗോയോട് പറഞ്ഞാ മതി. അസ്സലാമലൈക്കും. വലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോ പള്ളിന്ന് വരാ. നിങ്ങൾ ചെലവിന് പോയതാന്ന് പറഞ്ഞ കുട്ടികള്. തെക്കേ പുറത്തെ ബാപ്പുവാജിന്റെ അവിടെ ഓലമ്മ മരിച്ച ആണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് വൈകി. അല്ല, പള്ളിന്ന് വേറെ ആരുമില്ലേ? ഇല്ല, ചെറിയ പരിപാടിയുള്ളു. കാല്യാരില്ലെങ്കിലും കുഞ്ഞായ്മോലിയാർ വേണപ്പ എല്ലാവർക്കും. എന്താ ഇതൊക്കെ? അതിനൊന്നും അസൂയ കാട്ടിട്ട് കാര്യല്ല കോയാക്ക. ഇതൊക്കെ പടച്ചോൻ തരുന്ന ഓരോ നസീബ. അടിച്ച കാണ. അല്ല, അലവ്യാജിന്റെ മോളായിട്ടുള്ള കല്യാണത്തിനെ പറ്റി നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ല. അലവ്യാജിനെ എനിക്ക് നന്നായിട്ടറിയാം. മൂപ്പര മകളെ പറ്റി അറിയില്ലല്ലോ. ഓളെന്ന് കാണാതെ ഞാൻ എങ്ങനെ ഒരു തീരുമാനം പറയാ? പുതിയാപ്പിള പോയി പെണ്ണിനെ കാണുക. അങ്ങനെ ഒരു നാട്ടുനടപ്പൊന്നും ഞമ്മളവിടെ ഇല്ല. അതുകൊണ്ട് അതൊന്നും നടക്കൂല. അത് നടക്കൂലെങ്കിൽ എന്നാ ഇതും നടക്കൂല. എന്താ ചെയ്യാ?
അങ്ങനെയെങ്കിൽ അങ്ങനെ. അത് പോരെ പോയിട്ടല്ല, പിന്നെ ആരെ അറിയിക്കാതെ സൂത്രത്തിൽ ഓളെ കാണാനുള്ള ബൈ ഞാൻ ഉണ്ടാക്കി തരാ. അതെങ്ങനെ? എങ്ങനെ റബ്ബേ ഇതിനോട് കഴിച്ചിലായി കിട്ടുക? ഉസ്താദിനോട് പറഞ്ഞാലോ? എന്താ കുഞ്ഞായിനെ, മംഗലം കഴിഞ്ഞ് 2-3 ദിവസമായിട്ടും നിന്നെ കാണുന്നില്ലല്ലോ. എന്താ ഒക്കെ റാത്തല്ലേ? അലവിയാജിന്റെ മകളുമായിട്ടുള്ള ഈ ബന്ധം അത് ശരിയാവില്ല. ഇയോളെ ഒളിഞ്ഞു കണ്ട് ഇഷ്ടപ്പെട്ട് നിക്കാ കഴിച്ചല്ലേ, പിന്നെ ശരിയാവില്ലെന്നൊന്നും പറയാൻ പറ്റൂല. സംഗതി ഞാൻ ഒന്നും പറയണ്ട, ഇനിയുള്ള കാലം ഓളെ പാർപ്പിച്ചേ പറ്റുള്ളൂ. നടക്കൂല. ഒരു കാര്യം ചെയ്യാം, അലവിയാജിനോട് നേരിട്ട് അങ്ങോട്ട് പറയാം. എന്താ കുഞ്ഞുമോനെ? നിങ്ങൾ എന്നെ ചതിച്ചതാണ്. ഞാൻ ചതിക്കേ? എന്താ ഈ പറയണേ? 2 കാലിലും മന്ത് പിടിച്ച് പൊരയിലിരിക്കണ നിങ്ങളെ മകള് കുഞ്ഞായിശൂനെ നിന്റെ തലയിൽ കെട്ടിവെക്കുക നിങ്ങൾ ചെയ്തത്. ഇതിലും വലിയ ചതി വേറെണ്ടോ? നിങ്ങളെ മോളെ ഞാൻ തലാക്കിയല്ല. നിന്റെ മോളെ ഈ തലാക്ക് ചെല്ലേ? ഈ ഒരു കാര്യം മനസ്സിലാക്കണം, പെണ്ണ് കാണാനുള്ളൊരു പരിപാടി ഞമ്മളെ ഈ നാട്ടിലില്ല. കുഞ്ഞായിശൂനെ കാണണമെന്ന് ഈ വാശി പിടിച്ചപ്പോ അണക്കോളെ കാണിച്ചു തന്നു, അണക്കോളെ പറ്റി നിക്കാഹ് കഴിച്ച്. ഇനിയോളെ ഈ ഒഴിവാക്കാണെങ്കിൽ ആനെ കണ്ടി അലുവിന്റെ വേറൊരു കോലയ്ക്ക് കാണും. എന്താ അളിയാ ഓൻ പറയണത്? ഞമ്മളെ കുഞ്ഞായിശൂന്റെ കാലില് മന്താണെന്ന് ഓനോളെ ഒഴിവാക്കാണല്ലോ. എടാ പഹയാ, ഇയോളെ ഒഴിവാക്ക്. ആഹാ, അതൊന്ന് കാണണല്ലോ. നിന്റെ മരോളെ കാലില് മന്തേ ഉള്ളൂ. ഇയോളെ ഒഴിവാക്കുകയാണെങ്കിൽ അന്റെ 2 കാലന്നെ ഉണ്ടാവൂല. കാണണക്ക് എന്താ ചെയ്യ? പടച്ചോനെ എന്തെങ്കിലും ഒരു വഴി കാട്ടിക്കൊണ്ട്. വല്ലാത്തൊരു കുടുക്കിലായല്ല ഞാൻ പെട്ടത്. പുതിയാപ്പിള എന്താ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണേ? ഞാൻ വെറുതെ എങ്ങനെ. അല്ല, നിങ്ങളെങ്ങോട്ടാ ഈ വഴിക്ക്? ഞാൻ കുട്ടിയസന്റെ പോരേക്കാ. മൂപ്പര പേരക്കുട്ടീന്റെ മാർഗ കല്യാണം അന്ന്. നേരം വൈകി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ.
ഞാൻ നാട്ടിലൊന്ന് പോയി വരാം. ഇപ്പോഴെന്തിനാ പോണത്? മംഗലം കഴിഞ്ഞിട്ട് 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. കല്യാണത്തിനാണെങ്കിൽ നാട്ടിൽ നിന്ന് ആരും വന്നില്ല. ഉമ്മാക്ക് എന്തെങ്കിലും ദീനായി കിടക്കുകയാണോ എന്നൊരു പേടി. 4 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. പോരുമ്പോ ഉമ്മാനും കൂട്ടിക്കോളി. മരുമോളെ കാണാൻ ഓർക്കുണ്ടാവല്ലോ ഒരു പൂതി. ഏത്? ഉണ്ടാവും. ഓലിക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുന്നതേ വലിയ റാഹത്താ. എന്നിട്ട് കുഞ്ഞായി മുസ്ലിയാർ മുങ്ങിയോ? ഇല്ല. അലവി ഹാജിയുടെ സമ്മതമില്ലാതെ കുഞ്ഞായിഷയെ മൊയ് ചൊല്ലിയാൽ അവരാവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മൊയ് ചൊല്ലാൻ അലവി ഹാജി തന്നെ ആവശ്യപ്പെടണം. കുഞ്ഞായി മുസ്ലിയാർ ചിന്തിച്ചത് അതാണ്. തലശ്ശേരിയിലെത്തിയ മുസ്ലിയാർ തന്റെ അടുത്ത സുഹൃത്തുക്കളുമായി തന്റെ കല്യാണ വിശേഷങ്ങൾ പങ്കുവച്ചു. എത്ര ദിവസമായി? 4-5 ദിവസമായി. എന്നാലോ 4-5 കൊല്ലം പോലെ എനിക്ക് തോന്നുന്നത്. പറ്റിയത് പറ്റി. ഇനിയിപ്പോൾ അതിന്നൊന്ന് ഊരിക്കിട്ടണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? നിങ്ങൾ വിചാരിച്ച ഇന്നെ രക്ഷപ്പെടുത്താൻ പറ്റും. ഈ കാര്യം പറയേ, ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം. നാളെ ഞാൻ അങ്ങോട്ട് പോവും. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിങ്ങൾ അവിടെ വരണം, എൻ്റെ ഭാര്യ വീട്ടിൽ. എന്നിട്ട് ആരുമില്ല ഇവിടെ? ആരാ? എവിടെന്നാ? ഞങ്ങൾ കുറച്ച് വടക്കുന്ന തലശ്ശേരി. കുഞ്ഞായല്ലേ ഇവിടെ? അകത്തുണ്ട്. നിങ്ങൾ മരുവന്റെ നാട്ടുകാരാ? മരുവനോ? അപ്പൊ അവനോട് കല്യാണം കഴിച്ചോ? അപ്പൊ അതാണ് നമ്മൾ പള്ളി ചോദിച്ചപ്പോ ഓന് ഇവിടെ ഉണ്ടാവും പറഞ്ഞു. നിങ്ങൾ ഓനെന്ന് വിളിക്ക്. എന്താപ്പ എല്ലാരും കൂടി ഇങ്ങോട്ട് കേറിയിരിക്കാലോ? കേറണില്ല. കാര്യം ഞങ്ങൾ ഓനോട് പറഞ്ഞോളാം. നിങ്ങൾ ഓനെ വിളിക്ക്, കുഞ്ഞായനെ. കുഞ്ഞുമോനെ, കുഞ്ഞുമോനെ, അന്നെ കാണാൻ നാട്ടുകാരിതാ വന്നിരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലേ? കെയിന്റെ അടുത്ത സുന്നത്ത് കല്യാണം കഴിഞ്ഞ് ഈ എന്താ വേഗം പോന്ന്? അത് ഈ ഇവിടെ പുതിയാപ്പിളയെ കൂടിയാ ഞങ്ങളുടെ കാര്യമായി നോക്കും. വല്ലതും പഠിച്ച് വിവരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് അയച്ചത് വലിയ ഇടങ്ങേറായി പോയല്ലോ. താടി മുടി ഞങ്ങൾ ആരെ കൊണ്ടെങ്കിലും പഠിപ്പിച്ചോളാം. പക്ഷെ മാർക്കം ചെയ്യാനെങ്കിൽ ഈ അവിടെ എത്തണ്ടേ? അവിടെ മഹല്ല് വേറെ ഒസാമാരുടെ നിനക്ക് അറിഞ്ഞൂടെ? മാസം അരിയും തേങ്ങയ്ക്ക് എന്റെ പുരയ്ക്ക് തരുന്നില്ലേ? മറ്റന്നാൾ എന്റെ മോന്റെ സുന്നത്ത്. അതിനെനക്ക് വരാൻ പറ്റുമോ? ചെയ്തു തരാൻ പറ്റുമോ? അത് പറയും. ഞാൻ വരാം. അത് കലക്കി. പൊന്നാനിയിലെ പ്രമാണിയായ തന്റെ മരുമകൻ തലശ്ശേരിയിലെ ഒരു ഒസാനാണെന്ന് അറിഞ്ഞപ്പോ അലവി ഹാജിക്ക് അതൊരു അപമാനമായി തോന്നി. പഴയ കാലമല്ലേ, നാട്ടുകാർ ഇത് അറിയുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും കുഞ്ഞായനെ കൊണ്ട് തലാക്ക് ചൊല്ലിപ്പിക്കണമെന്നായി അലവി ഹാജി. ഇത്ര പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? ഞങ്ങൾക്കാർക്കും ഓൻ അത്ര പിടിച്ചിട്ടില്ല. കുഞ്ഞായിനെ കല്യാണം ആലോചിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ, പിന്നെന്തേ? കാര്യമൊക്കെ ശരിയാ, പക്ഷെങ്കില് ഓനെ ഞങ്ങൾക്കാർക്കും അങ്ങോട്ട് പറ്റിയിട്ടില്ല. എന്റെ മോക്ക് തീരി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബന്ധം ഒഴിഞ്ഞു കിട്ടണം. ബന്ധം മുറിക്കാനാണെങ്കിൽ അത് കുഞ്ഞായും തന്നെ കരുതണം. കുഞ്ഞായും വരട്ടെ, ഓനോട് ചോദിച്ച് തീരുമാനിക്കാം. എന്താ ഉസ്താദേ? നിന്റെ തൊലാക്ക് ആവശ്യപ്പെട്ടാ ഇവര് വന്നിരിക്കുന്നത്. തലാക്ക് ചെല്ലാനല്ല ഞാൻ ഓളെ കെട്ടിയത്.
കുഞ്ഞായൻ അതിന് തയ്യാറല്ലെങ്കിൽ ഞാനെന്താ ചെയ്യാ? നിർബന്ധിച്ച് തൊലാക്ക് ചൊല്ലിക്കാൻ മതിയായ കാരണങ്ങൾ എന്തെങ്കിലും വേണം. അതുമില്ല. ഇനി നിങ്ങൾ തീരുമാനിച്ചോളി. ആനക്കണ്ടി അലിവാജിന്റെ മരുവൻ ഒരു ഒസ്താനാണെന്ന് നാട്ടുകാർ അറിഞ്ഞാ പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. ഹംക്കിനെ കൊണ്ട് മൊയ് ചൊല്ലിക്കാൻ എന്താണ് ഒരു വഴി? എന്തു വന്നാലും ഒഴിപ്പിക്കാം. അതിനിപ്പോ എന്തെങ്കിലും കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. മാനാണ് വലുത്. തലശ്ശേരിയിൽ നിന്ന് വന്ന ഒരു അവസാനം വേണ്ടിട്ട് തറവാടിന്റെ മാനം കളിയാൻ പറ്റൂല. ആ കാലിയരത്തൊക്കെ തന്നെ പോവാ. രണ്ടു കൂട്ടർക്കും തമ്മിൽ പൊരുത്തല്ലാതെ എങ്ങനെയാ ഒരുമിച്ച് കഴിയാ? അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ ഈ ആയിട്ട് എന്തിനാ വാശി പിടിക്കണ്? അവര് തന്ന 200 പണം മടക്കി ചോദിക്കണേ. പോരാത്തതിന് അവരായിട്ട് തലാക്ക് ആവശ്യപ്പെട്ടതുകൊണ്ട് 100 പണം കൂടി തരാൻ തയ്യാറുമാണ്. ഉസ്താദ് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തോളാം. നിന്റെ പെണ്ണിനെ തൊലാക്ക് ചൊല്ലാൻ ഞാനെങ്ങനെയാ പറയാ? നിന്റെ ഇഷ്ടത്തിന് ചെയ്യണം. ഞാൻ സമ്മതിച്ചു. ആനക്കണ്ടി അലവി ഹാജിയുടെ മകൾ കുഞ്ഞായിഷു എന്ന എൻ്റെ പെണ്ണിനെ ഈ ആളുകളെ സാക്ഷിയാക്കി ഞാൻ തലാക്ക് ചൊല്ലുന്നു. ഞങ്ങൾ വരട്ടെ. പോയി സമ്മതിച്ചു. മുസ്ലിയാർ പുലി തന്നെ. എന്നിട്ട് പിന്നീട് മുസ്ലിയാർ നാട്ടിലേക്ക് മടങ്ങി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ആര്? കുട്ടിയസനോ? എവിടുന്നാ വരവ്? മാണിക്കോത്ത് മാധവൻ നായരടുന്ന് വരിക. കുറച്ച് അരി വായ്പങ്ങാൻ പോയതാ. അപ്പൊ മാധവൻ നായരെ കൊണ്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു സഹായമുണ്ട്. ആ, നല്ല മനസ്സന്മാരെ പടച്ചോ നിലനിർത്തട്ടെ. നല്ല മനസ്സനോ? നായരോ? നല്ല മനസ്സനാ. അരിയായാലും നെല്ലായാലും എന്തെന്നായാലും മാധവൻ നായർ തരും. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോ 4 കൂടുതൽ കൊടുക്കണം. അതെന്തിനാ? അതാണ് മാധവൻ നായരെ വ്യവസ്ഥ. പട്ടിണി എടുത്ത് മരിക്കുകയാണെങ്കിലും ഒരു നുള്ളരി വെറുതെ തരൂല. അങ്ങേയറ്റം കൊടുക്കുമ്പോഴാ അയാളെടുത്ത് വാങ്ങുന്നത്. പോട്ടെ. അത് ശരി. അപ്പൊ ഹറാം പറപ്പല്ലേ? മാണിക്കോത്ത് മാധവൻ നായർ. നായരെ, മാധവൻ നായർ. എന്തൊക്കെയുണ്ട് മാധവൻ നായരെ വിശേഷങ്ങൾ? കുഞ്ഞായും വന്ന കാര്യം പറഞ്ഞോളൂ. എനിക്ക്
നിങ്ങളെ ചെമ്പുരുളി ഒന്ന് വായ്പ തരണം. ചെമ്പുരുളി വായ്പ തരേ നിനക്കോ? ഒരു 3 ദിവസം കഴിഞ്ഞ് മടക്കി തരാൻ നായരെ. ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാ. പാത്രങ്ങളൊന്നും എല്ലാവർക്കും കൊടുക്കാറില്ല. കുഞ്ഞായും വന്ന് ചോദിച്ചതല്ലേ, ഒരു തവണത്തേക്ക് തരാം. എന്താ? മതി. എന്നാ അവിടെ നിൽക്കുക. നായരെ, നിനക്കെന്താ നൊസ്സുണ്ടോ? ഒച്ച ഉണ്ടാക്കാതെ പുറകിൽ വന്ന് പേടിപ്പിക്ക. ഞാൻ പേടിപ്പിച്ചതല്ലോ, ഇങ്ങളെ വിളിച്ചതല്ലേ നായരേന്ന്. ഉറുമ്പിനെങ്കിലും 1 മണി നെല്ല് വെറുതെ കൊടുത്തൂടെ നായരെ? കുഞ്ഞായും വന്ന കാര്യം പറഞ്ഞോളൂ. ഞാൻ ഈ ഉരുളിയും കൊണ്ട് വന്നതാ. ഇതാ. ഇതെന്താ? അതെ, ഇങ്ങളെ ഉരുളി 2 ദിവസം മുമ്പ് എന്റെ പെരേന്നങ്ങോട്ട് പെറ്റു. അതിന്റെ കുട്ടിയാ. ഉരുളി തരുമ്പം ഗർഭിണിയാണെന്നുള്ള കാര്യം ഞാൻ പറയാൻ മറന്നു. ഏതായാലും കഴിഞ്ഞല്ലോ, ഭാഗ്യം. ഒരു കുഴപ്പമുണ്ടായില്ല, ഒക്കെ വേഗം കഴിഞ്ഞു. ഇനി ഉരുളിയോ പാത്രോ എന്താ വേണ്ടെച്ചാ വരാൻ മടിക്ക. വരാം, വേണ്ടപ്പ വരാം. മുസ്ലിയാരോ? വരാന്ന് ഇരിക്ക. ഇവിടെ ഇരിക്ക. അല്ല, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അസുഖങ്ങളൊന്നും ഇല്ലല്ലോ? പടച്ചോന്റെ കൃപ കൊണ്ട് ഒന്നുമില്ല. ഇങ്ങളടുത്ത് വരേണ്ട ഒരു കാര്യം ഉണ്ടായപ്പോ വന്നു. എന്താ വേണ്ടത്? ഉരുളിയോ പാത്രോ? നായരടുത്ത് വലിയ ചെമ്പില്ലേ, ഒരു 10-200 ആൾക്ക് കഞ്ഞി വെക്കാൻ പാകത്തിലുള്ളത്? ഇല്ലേന്നോ? 2 എണ്ണം ഉണ്ട്, അതിൽ കൂടിയതും ഉണ്ട്. എഴുന്നേൽക്ക, അകത്തേക്ക് വരിക. ഏതാ വേണ്ടിവെച്ചാ മുസ്ലിയാല് തന്നെ നോക്കിയെടുത്തോളാം. വരിക.
അല്ല, ഇതിലെന്താ ഇത്ര കോമഡി? ഈ ഇടപാട് ശരിക്കും മുസ്ലിയാർക്ക് നഷ്ടല്ലേ? ഷേ, ഇടപാട് തീർന്നിട്ടില്ലല്ലോ. പറയട്ടെ, കുഞ്ഞായി മുസ്ലിയാർ ചെമ്പ് തിരികെ കൊടുത്തില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോ കുഞ്ഞായി മുസ്ലിയാരെ അന്വേഷിച്ച് മാധവൻ നായർ ഇറങ്ങി. കുഞ്ഞായി മുസ്ലിയാർ, മുസ്ലിയാരെ, മുസ്ലിയാരെ, അവിടെ നിക്ക. അല്ലല്ല, ആരാപ്പത് നായരോ? ഈ വൈക്കെങ്ങോട്ടാ? നല്ല കഥ. കുഞ്ഞായിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്തേ നായരെ? 2 പറ വെക്കണ ചെമ്പ് കൊണ്ടുപോയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ആ, എന്റെ പൊന്നാര നായരെ, ഞാൻ പറയാൻ മറന്നുപോയതാട്ടോ. ഇങ്ങളെ ചെമ്പ് കൊണ്ടുവന്നതിന്റെ പിറ്റേന്ന് അതിന് പേറ്റുനോവ് തുടങ്ങി. എന്നിട്ടോ? കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പോയി നോക്കുമ്പോ എന്റെ നായരെ, ഞാൻ എങ്ങനെ അത് പറയാ? എനിക്ക് സഹിക്കണില്ല. എന്താ ഉണ്ടായത്? ഞാൻ നോക്കുമ്പോണ്ട് ഇങ്ങളെ ചെമ്പ് അടുക്കളയില് ചത്ത് കിടക്കണേ. ചെമ്പ് ചാവേ? കുഞ്ഞായിനെന്താ വട്ടുണ്ടോ? ജനിച്ചതൊക്കെ മരിക്കും നായരെ, ഞമ്മളെ ചെമ്പിന്റെ വിധി. അങ്ങനെ മാധവൻ നായർക്ക് ആദ്യമായി ഒരു അടി കിട്ടി. ഒരൊന്നൊന്നര അടി. മറ്റൊരു സംഭവമുണ്ട്. പറയേ, ഞാൻ നല്ല ത്രില്ലില്ല. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ഇതെന്താ ഇങ്ങനെ നടന്നു നിന്നണ്? ഇതൊരു ചീരണിയാ, ഞാൻ തന്നെ തിന്ന് തീർക്കണേ. പോരേക്ക് കൊണ്ടുപോയാല് കുട്ടികള് തിന്നാ തീരൂല. 40-40 ദിവസമായില്ലേ പഹയന്മാര് തിന്നു മടുത്തിക്കണേ. 40 ദിവസം ചീരിനിയോ? ഇതെന്താ സംഗതി മൂസമൂലിയാരെ? തലയില് തേങ്ങ ചാടി മരിച്ച ഹംസക്കുട്ടില്ലേ, കോട്ടപ്പറമ്പത്തെ, ഓന്റെ പെരേന്നുള്ള വരവാ. ഓന് സ്വർഗം കിട്ടാൻ വേണ്ടി എന്നും ചീരിനി ഉണ്ടാക്കി ഓന്റെ പേരിൽ യാസീനോദി തോൽപ്പിക്കും ഓന്റെ അമ്മ ഖദീസ് താത്ത. പറയണ പലഹാരും ചോയ്ക്കണ പണവും തരുവോല്. മോന് സ്വർഗം കിട്ടിയാ മതി എന്നാ ഓൽക്ക്. ഇതിന്ന് 2 എണ്ണം കുഞ്ഞായിന് തരണമെന്നുണ്ട്. പക്ഷെ അത് ഹലാലാവൂല്ലോ. ദ്വയരുന്നോൻ തന്നെ ദ്വയർക്കാൻ ഉണ്ടാക്കിയ ചീരിനി തിന്നണമെന്നാണല്ലോ ചിറക്. എന്നാലെന്താ, തിന്ന ഫലം കുഞ്ഞായിനുണ്ട്. എന്നാ കാണട്ടോ. കോട്ടപ്പറമ്പത്തെ ഖദീസത്താത്ത. ആരാത്? ഞാനാ, നിങ്ങളെ മരിച്ചു പോയ മോൻ ഹംസക്കുട്ടിന്റെ രാജാവായ റബ്ബേ, ഉമ്മാന്റെ കുട്ടി എന്തേ പോന്നു? ഞാൻ ആകെ കുടുങ്ങിക്കണുമ്മ. എന്താ ഉമ്മാന്റെ കുട്ടീന്റെ കൊടുക്ക്? ഉമ്മാനോട് പറ ഹംസക്കുട്ടിയെ. സ്വർഗത്തേക്ക് ചെല്ലാൻ മലക്കുകൾ സമ്മതിക്കണില്ല. ചോദിച്ചപ്പോ ഓല് പറയാ നാട്ടിന്ന് ദുആ എത്തിയിട്ടേ സ്വർഗത്തേക്ക് കയറ്റുള്ളൂന്ന്. ഞാനും ഒരു തമിഴനും മാത്രമേ ഉള്ളൂ ഉമ്മ. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഓരോ അധീനത്തിലായി. ഉമ്മാന്റെ കുട്ടി മരിച്ചിട്ട് ഇതുവരെ എല്ലാ ദിവസവും എന്റെ പേരില് യാസിനോദി ദുആ ഇരക്കലുണ്ട്. കാവുങ്ങലെ മൂസമൊലിയാര്
ലാ ഹൗല വലാ കാവുങ്ങല മൂസമൂലിയാരോ? ഉമ്മ ഇന്നും മൊയിലിയാർക്ക് ചിരണിയും പണവും ഒക്കെ കൊടുക്കലുണ്ട്. എന്റെ പൊന്നാരുമ്മ, മൂസമൂലിയാരെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ബർക്കത്ത് കെട്ട ആളല്ലേ, അബൂജാഹിലിന്റെ കൂട്ടത്തിൽ പെട്ടതല്ലേ? മുത്ത് നബിയെ, ഇനിയിപ്പ എന്താ ചെയ്യാ? നല്ല പോരിശുള്ള ഒരാള് ഞമ്മളെ നാട്ടിൽ തന്നെ അല്ലേ അമ്മ, ഞമ്മളെ കുഞ്ഞായി മുസ്ലിയാര്. ഇന്ന് മുതൽ കുഞ്ഞായി മുസ്ലിയാരെ കൊണ്ട് ദ്വാർപ്പിച്ചാ മതി. ചീരനിന്റെ കാര്യത്തിലൊന്നും കുറക്കണ്ടട്ടമ്മ. പിന്നെ തലേര് തേങ്ങ ചാടി മരിച്ച ഇന്നെപ്പറ്റി മൂപ്പരെ എപ്പോഴും ഓർക്കാൻ വേണ്ടി മൂപ്പർക്ക് ആവശ്യമല്ല അത്ര തേങ്ങയും അരിയൊക്കെ കൊടുത്തളുണ്ട്. ഒന്നിനും കണക്ക് നോക്കണ്ട ട്ടമ്മ. ഞങ്ങൾ റൂഹുകൾക്ക് ഇങ്ങനെ പൊരയിലൊന്നും വരാൻ പാടില്ലമ്മ. മലക്കുകൾ കണ്ട 5 പുറം പൊളി. ഇരുമ്പിന്റെ ഒലക്കാണ് ഓലെടുത്ത്. എന്നാ ഞാൻ പോട്ടമ്മ. അസ്സലാമു അലൈക്കും. ഹംസക്കുട്ടിയെ കരുതി പോണട്ടോ. മരിച്ചോർക്ക് ഇനി എന്ത് കരുതാനാ അമ്മ? തിന്നി മൊയിലിയാരെ. അവിടെ നോട്ടെ. തിന്നി മുതിന്റെ നേരത്തും ഇന്ന് വിളിപ്പോർക്ക്. ഇതാ മൊയിലിയാരെ, കുറച്ചരി 3-4 തേങ്ങ, ഇതൊക്കെ പൊരയിലേക്ക് കൊണ്ടുപോയിക്കോളി. അല്ല ഇതൊക്കെ ഇത് കഴിഞ്ഞാ ഇനിയും തരും. ഇനി അരിയൊന്നും പണം കൊടുത്ത് വാങ്ങണ്ട. അല്ലാ, എന്നാലിഞ്ഞ് നാളെ കാണാം. ഹംസക്കുട്ടിന്റെ കാര്യം പടച്ചോ ഹൈറാക്കട്ടെ. ആമീൻ. ഇന്ന് ഓതിയ യാസീനൊന്നും അവിടെ എത്താതെ കുല കഥീസ്താത്ത. പോകല്ലേ ഓരിന്ന് ഇനി ഇവിടെ വന്നിട്ടൊരു കാര്യമല്ല. വർക്കത്തില്ലാത്ത കള്ളത്താടിക്കാരെ കൊണ്ട് ദുനിയാവിലും ആക്രത്തിലും ഒരു ഗുണമില്ല. ഞാനുണ്ട് മനെ. അല്ല, പൊന്നാനിയിലെ കുഞ്ഞായിശുവിനെ ഡൈവോഴ്സ് ചെയ്തതിനു ശേഷം കുഞ്ഞായി മുസ്ലിയാർ വേറെ കല്യാണമൊന്നും കഴിച്ചു. തലശ്ശേരിയിൽ നിന്ന് തന്നെ. അവിടെ പുരുഷന്മാർ ഭാര്യ വീടുകളിൽ പുതിയാപ്പിളമാരായി നിൽക്കുന്ന രീതിയല്ലേ. മുസ്ലിയാർ പലപ്പോഴും കോട്ടയം രാജാവിന്റെ കൊട്ടാരത്തിലോ സാമൂതി രാജാവിന്റെ കൊട്ടാരത്തിലോ ആയിരിക്കും. അവർക്കൊക്കെ വേണ്ടപ്പെട്ട ആൾ തന്നെയായിരുന്നു കുഞ്ഞായി മുസ്ലിയാർ. അന്റെ കെട്ടി അവിടെ ഒന്ന് വന്നു നോക്കിയിട്ട് എത്ര നാളായി ഖദീജോ? നിങ്ങൾ തമ്മിൽ വല്ല ലോഗ്യക്കേടുണ്ടോ? ഇല്ലമ്മ, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ ഓൻ എന്നെ തിരിഞ്ഞു നോക്കാത്ത? ഒരു കുട്ടി ഉണ്ടാവുമ്പെങ്കിലും കാണാൻ പൂതിയില്ലാത്തോലുണ്ടാവോ? ഒരു കോഴിക്കോടും പൊന്നാനൊക്കെ ആയിട്ട് നേരം കിട്ടണുണ്ടാവില്ലമ്മ. നേരം ഉണ്ടാവൂല. ആണുങ്ങളെ നിലക്ക് നിർത്താൻ പെണ്ണുങ്ങൾക്ക് കഴിയണം. അല്ലേ ഇതിലപ്പുറം ഉണ്ടാവും. കോട്ടയം രാജാവ് വിളിച്ചിട്ട് പോയതല്ലേ, മടങ്ങി വരുമ്പോ കാണാൻ വരാതിരിക്കൂല. അത് കാത്തിരുന്നോ. 18 നാട്ടിലും 10 ഇല്ലത്തും പേര് കേട്ട ആളാ കോട്ടയം തമ്പുരാന്റെ കാര്യക്കാരനും. എന്നിട്ടും പേറ്റിയാലും എന്റെ പാപ്പ തെരഞ്ഞു വന്നില്ലേ? ഇന്നാള് വന്നപ്പോ കുറച്ച് തന്നില്ലോ ഉമ്മ? തന്നു. പേരിന്. നാട്ടുനടപ്പ് എന്തെങ്കിലും ഓൻ അറിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഓൻ പറഞ്ഞു നടക്കുന്ന കേട്ടോ. ഈ കച്ചവടത്തിന് ഞാനും കെട്ടിയോളും കൂറാന്ന്. ചെലവ് പകുതിയെ ഓൻ എടുക്കണ്ടേ ഉള്ളൂന്ന്.
അതൊക്കെ ആളുകൾ വെറുതെ പറയണതാ ഉമ്മ. ആൾക്കാരങ്ങനെ വെറുതെ ഒന്നും പറയില്ല, പറയിപ്പിച്ചിട്ടാ. ഇനി ഓൻ വരുമ്പോ എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ചെയ്തോളണ്ടി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കേറി വാ. അന്റെ ബാപ്പയാണ് ഇരിക്കണത് കുട്ടിയെ, നല്ലോണം കണ്ടോ. ചെലപ്പോ നീ അടുത്ത കൊല്ലേ കാണുള്ളൂ. എത്ര മാസമായി ഒന്ന് കണ്ടിട്ട്. എത്ര തിരക്കുണ്ടെങ്കിലും ആദ്യമായിട്ടുണ്ടായ കുട്ടീനെ കാണാൻ പൂതില്ലാത്തവരുണ്ടാവോ? അത് ഓരോരുത്തര് വിളിച്ച് അവിടെയൊക്കെ പോയി അങ്ങനെ, അതുകൊണ്ടാ. ആ, എന്റെ അടുത്തേക്കൊന്ന് വരാനല്ലേ ഒഴിവില്ലാത്തുള്ളൂ. കുട്ടി നല്ലോണം കണ്ടോളി. കുട്ടിയാണ് കുട്ടിയാണ്. കരേണ്ട 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 കുട്ടിയാണ് കരേണ്ട കരേണ്ട. ഇപ്പാന്റെ കുട്ടി കളിച്ചന് കളിച്ചന് കളിച്ചനോ. പറയിപ്പിച്ചോ കദീജോ, ഒന്ന് വാ. കദീജോ, കുട്ടി ഇതാ കരയണേ. ഹൈ, ഒന്ന് വേഗം വാ. തിരക്കൂട്ടല്ലേ, ഇതാ വരുന്ന്. ഖദീജ, കുട്ടി കരയണേജ് കേൾക്കണില്ലേ? മൂത്തരം ബാത്തിന്റെ മേലെ ആകെ അരപ്പാക്കിക്കണ്. നിങ്ങൾ എന്തിനാ അവിടെ കിടന്നിങ്ങനെ കൂക്കിയാക്കണ്? ഞാൻ വരാം. ഈ കുട്ടി ഇങ്ങനെ കടന്ന് കരഞ്ഞാർക്കുമ്പോ ഇങ്ങനെ ചിരിച്ചു നിന്ന് ഇങ്ങനെ കളിയാക്കുക. ഇതിനൊന്നും അങ്ങോട്ട് എടുക്ക്. നിങ്ങൾ വെറുതെ ചൂടായിട്ടൊന്നും കാര്യമില്ല. ഈ കുട്ടി നമ്മളെ കൂറുകച്ചവടത്തിലെ ലാഭല്ലേ. 6 മാസം ഞാൻ ഇതിനെ നോക്കി, ഇനി 6 മാസം നിങ്ങൾ നോക്കിക്കോളി. അത് ഇതെന്നൊന്നും പറയണ്ട. കൂറുകച്ചവടാകുമ്പം രണ്ടാക്കും തുല്യ ബാധ്യതയാണ്.
പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. മാമൂലുകളൊക്കെ ഞാൻ നടത്തിക്കോളാം, പേറ്റ് ചെലവും തരാം. ഈ കുട്ടിനൊന്നും ഉമ്മാന്റെ അടുത്തേക്ക് പോയിക്കോ. അല്ലല്ലാ. പല രാജാക്കന്മാരെയും ഞാൻ തോൽപ്പിച്ചിക്കണ്. പക്ഷേങ്കി എന്റെ മുന്നിലാ ഖദീജു എന്റെ ആദ്യത്തെ തോൽവി. ഇയ്യേ എനിക്ക് ഒത്ത പെണ്ണ് തന്നെ. അന്നെ ഞാൻ സമ്മതിച്ചിക്കണ്. ഇല്ലേ? കപ്പപ്പാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഒരു ദിവസം ഒരു സ്ത്രീ കുഞ്ഞാൻ മുസ്ലിയാരെ കാണാൻ വന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു കപ്പൽ ജോലിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക ദിവസവും അയാൾ കടലിലുമായിരിക്കും. വല്ലപ്പോഴും വീട്ടിൽ വന്നാൽ തന്നെ അയാൾ ഭാര്യയോടും മക്കളോടും വലിയ അടുപ്പമൊന്നും കാണിക്കാറുമില്ല. ഭർത്താവിന്റെ ഈ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ മുസ്ലിയാർ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിച്ച ആ സ്ത്രീയോട് മുസ്ലിയാർ പറഞ്ഞു, ദിവസവും രാത്രി ഉറങ്ങാൻ നേരത്ത് ഏലേ മാലേ എന്ന് 101 പ്രാവശ്യം ചൊല്ലണം, എന്നിട്ടേ ഉറങ്ങാവൂ എന്ന്. ഏലേമാലയെന്നോ? അതെന്ത് ദിക്റാ? അതൊക്കെ മുസ്ലിയാർക്ക് മാത്രമേ അറിയൂ. ഏതായാലും സംഗതി ഏറ്റു. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഭർത്താവ് കപ്പൽ ജോലി ഉപേക്ഷിച്ച് വീട്ടിലെത്തി. അപ്പോ ഏലേമാല ദിക്റ് കൊണ്ട് ഫലം കിട്ടി. പറയട്ടെ, അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ആ സ്ത്രീ ഏലേ മാലയെ ചൊല്ലാൻ തുടങ്ങി. ഇത് കേട്ട ഭർത്താവ് കാര്യം തിരക്കി. തൻ്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും കുഞ്ഞാൻ മുസ്ലിയാരോട് പറഞ്ഞതും മുസ്ലിയാർ ഏലേമാലയെ ചൊല്ലാൻ പറഞ്ഞതും അതുകൊണ്ട് ഫലം കണ്ടതും എല്ലാം ആ പാവം സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു. ഇതൊരു ദിക്റല്ലെന്നും തൻ്റെ ഭാര്യ കബളിപ്പിക്കപ്പെട്ടതാണെന്നും മനസ്സിലാക്കിയ അയാൾ മക്തൂം തങ്ങളോട് പരാതി പറഞ്ഞു. തങ്ങൾ മുസ്ലിയാരെ വിളിപ്പിച്ചു. മുസ്ലിയാരുടെ തമാശകൾ അതിരുവിടുന്നു എന്ന് തോന്നിയപ്പോൾ തങ്ങൾ മുസ്ലിയാരോട് നീ എന്താ മനുഷ്യനെ കപ്പലാക്കുകയാണോ എന്ന് ചോദിച്ചു. ആ ചോദ്യം മുസ്ലിയാരുടെ നെഞ്ചിൽ തറച്ചു. മനുഷ്യനെയും കപ്പലിനെയും കുറിച്ച് മുസ്ലിയാർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ ആടി ഉലഞ്ഞു നീങ്ങുന്ന കപ്പലിൻ്റെയും പലവിധ പ്രതിബന്ധങ്ങളുടെയും മധ്യേ ജീവിത വഴിയിൽ ആടി ഉലഞ്ഞു നീങ്ങുന്ന മനുഷ്യൻ്റെയും പ്രയാണത്തിൽ സാമ്യതകളുണ്ടെന്ന് മുസ്ലിയാർ കണ്ടെത്തി. അങ്ങനെ മനുഷ്യനെയും കപ്പലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കപ്പപ്പാട്ട് എന്ന മഹത്തായ കൃതിക്ക് മുസ്ലിയാർ ജന്മം നൽകി. നായൻ എന്നുണ്ണി നടപ്പോവർ എല്ലാം നന്നായി നിനന്ത് മാനം ഓർത്ത് കാമീൻ മായം ഒഴിത്ത് മാനം ഓർത്ത് കണ്ടാൽ മന്ദം ഒഴിത്തേറ്റം മുന്തി നടക്കാം. നായൻ എന്നുണ്ണി നടപ്പോവർ എല്ലാം നന്നായി നിനന്ത് മാനം ഓർത്ത് കാമീൻ മായം ഒഴിത്ത് മാനം ഓർത്ത് കണ്ടാൽ മന്ദം ഒഴിത്തേറ്റം മുന്തി നടക്കാം. കായം മുഴുത്ത് കാറുത്തുള്ള ചിന്ത കലകളങ്കം ഒഴിത്ത് തുളുങ്കും ചായല്ലൊരു കപ്പലുണ്ട് നമുക്ക് ചാഞ്ഞുള്ള പാണ്ടി ചാണൊമ്പത് നീളം